ഉപ്പുതറ ടൗണിലെ വീടിനുള്ളിലുണ്ടായ ഉഗ്രസ്ഫോടനം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്കും ഇടുക്കി എസ്പിക്കും പരാതി നൽകി ബിജെപി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ആരെയോ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നും ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ആരോപിച്ചു. സ്ഫോടനത്തിൽ കെട്ടിടത്തിന് നാശം സംഭവിക്കുകയും കെട്ടിട ഉടമയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. പോലീസ് കെട്ടിട ഉടമയെ കണ്ട് ചോദിക്കുകയോ സ്ഫോടനം സംബന്ധിച്ച് സമീപവാസികളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ആശങ്കയിലാണ്. BJP നേതാക്കൾ സംഭവസ്ഥലങ്ങൾ സന്ദർശിക്കുകയും DGPക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉപ്പുതറ പോലീസ് പറയുന്നത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നുമുണ്ടായ ചോർച്ചയാണ് സ്ഫോടനം സംഭവിക്കാനുള്ള കാരണമെന്നാണ്. എന്നാൽ ഗ്യാസ് സിലിണ്ടർ കെട്ടിടത്തിനുള്ളിൽ തന്നെയുണ്ട്. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ചോർച്ചയുണ്ടോ എന്ന് വിദഗ്ധരെ കൊണ്ട് പരിശോധന നടത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും BJP നേതാക്കൾ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി രാവിലെ 8 മണിക്ക് ഉപ്പുതറ ടൗണിൽ അൻസാരി എന്ന് പറയുന്ന ഗോൾഡ് കവറിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ഒരു കടയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കിൽ അദ്ദേഹം തന്നെ താമസിക്കുന്ന വീടാണ്. അവിടെ ഉണ്ടായ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത ജനങ്ങളുടെ മനസ്സിൽ വളരെ ആശങ്ക നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസ് നടത്തിയ എൻക്വയറിയിൽ അവർ പറയുന്നത് ഗ്യാസ് സിലിണ്ടർ ചോർന്നുള്ള സ്ഫോടനമാണെന്നാണ് പറയുന്നത്. അപ്പം ആൾക്കാർ പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പോവുകയും ആ വീടും അതിൻ്റെ പരിസരവും ഒക്കെ കാണുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിസരവാസികളായിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ ആ വീടിനുള്ളിൽ സ്ഫോടനം നടത്തിയിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചല്ല. സാധാരണഗതിയിൽ ഗ്യാസ് ലീക്കുണ്ടായി തീ പിടിച്ചാൽ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് സ്ഫോടനം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു സ്ഫോടനമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാ അഭിപ്രായം കേട്ടപ്പോൾ അവരെല്ലാം പറയുന്നത് എന്തോ ദുരൂഹത ആ സ്ഫോടനത്തിൻ്റെ പിന്നിലുണ്ട്. അത് ഒരു സ്വാഭാവികമായിട്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു സ്ഫോടനമല്ല. അതിന് അപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ആശങ്ക ആ ഉപ്പുതറ ടൗണിലെ ജനങ്ങളുടെ മനസ്സിൽ, വ്യാപാരികളുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. അവരത് ഞങ്ങളോട് തുറന്നു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാനിടയായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന DGPക്കും ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിനും നമ്മൾ പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന പരാതിയുടെ മേൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നത്. കാരണം ഇത് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലനിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും സ്ഫോടനങ്ങൾ നടക്കുന്നു. ആ സ്ഫോടനങ്ങളൊന്നും കൃത്യമായിട്ട് അന്വേഷിക്കുകയോ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സമയത്ത് ജമ്മു കാശ്മീരിലും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒക്കെ ഇങ്ങനെ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് കേരളത്തിലേക്കും വ്യാപിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ഫോടനത്തിൽ സമീപ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിശദമായി ഒരു അന്വേഷണം നാളിതുവരെ നടന്നിട്ടില്ല. ജനങ്ങളുടെ ആശങ്കയും ഭീതിയും അകറ്റുവാൻ സ്ഫോടനമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള വിവരം വിശദമായി അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന പോലീസിന് അന്വേഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അത് സ്വതന്ത്രമായിട്ടുള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിനകത്തും ജനങ്ങൾക്ക് താല്പര്യമാണ്. കാരണം നിഷ്പക്ഷമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം. കാരണം കൊച്ചുകുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ പ്രായം ചെന്നവരും ഒക്കെ പേടിച്ച് വിറങ്ങലിച്ച ഒരു സംഭവമാണ്. ആ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനത്തെക്കുറിച്ച് അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ഞടുങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു സ്ഫോടനമല്ല നടന്നത്. ആ സ്ഫോടനം നടന്ന വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള 2 കെട്ടിടങ്ങൾക്ക് ഭിത്തികൾക്ക് ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനത്തിനുണ്ടായിട്ടുള്ള ഡാമേജാണത്. വളരെ ലാഘവത്തോടെ ഇപ്പം അന്വേഷിക്കുന്ന ഈ പോലീസിൻ്റെ അന്വേഷണം അതിനകത്ത് സംശയമുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ പിന്നിലുള്ള ദുരൂഹത എന്താണെന്നുള്ളത് പുറത്തുണ്ട്. നിലവിൽ പോലീസിന്റെ മൗനം ഉപ്പുതറയിലുള്ള പൊതുജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. പോലീസിന് ശക്തമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തി സ്ഫോടനത്തിന് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ആവശ്യപ്പെട്ടു. പത്രസമ്മേളനത്തിൽ K. കുമാർ, ഷാജി നെല്ലിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, അഡ്വക്കേറ്റ് സുജിത്ത് ശശി, ഷാജി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്.
ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.